അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് വഉലൈക ഹും ളലാലുൽ മുബീൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാസമായ പരിശുദ്ധ റമളാൻ അവസാനത്തെ പത്തിലെ അവശേഷിക്കുന്ന ഏതാനും ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പടച്ചതമ്പുരാൻ്റെ പാപമോചനത്തിൻ്റെ ഈ പുണ്യമാസത്തിൽ തുടർന്നുള്ള ദിവസങ്ങളെ അള്ളാഹുവിൻ്റെ ഭവനവുമായി മനസ്സുകളെ അടുപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ്റെ സ്മരണയിൽ മുഴുകിയിരുന്നു കൊണ്ട് 1000 മാസത്തേക്കാൾ മഹത്വമുള്ള അനുഗ്രഹത്തിൻ്റെ രാത്രിയെ സ്വന്തമാക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തുൽ സുമറിൻ്റെ 22-ാമത്തെ ആയത്താണ്. പ്രസ്തുത വചനത്തിൽ അള്ളാഹു പറയുന്നത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആരുടെ നെഞ്ചകം ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ വിശാലമായോ, ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, അവർ റബ്ബിൻ്റെ പ്രകാശത്തിലായിരിക്കും. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് കൽബുകൾ കടുത്തുപോയിട്ടുള്ളവർ, അവര് വ്യക്തമായ വഴികേടിലാകുന്നു, നരകത്തിലാകുന്നു, നരകത്തിൻ്റെ പാതയിലാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ വളരെ അർത്ഥപൂർണമായ ചിന്തോദ്ദീപകമായ ഒരു വചനമായി നമ്മൾ ഈ വചനത്തെ വിലയിരുത്തുക, മനസ്സിലാക്കുക, ചിന്തിക്കുക. ഇവിടെ പടച്ചതമ്പുരാൻ്റെ പ്രഥമ പരാമർശം ശ്രദ്ധിക്കുക. ആരുടെ നെഞ്ചകത്തെ അള്ളാഹു ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ വിശാലമാക്കിയോ എന്നാണ് പടച്ചതമ്പുരാൻ പരാമർശിക്കുന്നത്. ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ, പ്രകൃതി മതം, അത് വിശാലമാണ്. ഇസ്ലാമിൻ്റെ ആദർശങ്ങളെല്ലാം വിശാലമാണ്. ഇസ്ലാമിൻ്റെ സമത്വം, ഇസ്ലാമിൻ്റെ സാഹോദര്യം, ഇസ്ലാമിൻ്റെ കാരുണ്യം, ഇസ്ലാമിൻ്റെ നീതിബോധം, നീതി നിർവഹണം, ഇസ്ലാമിൻ്റെ മാനവികത, ഇങ്ങനെ പടച്ചതമ്പുരാൻ്റെ മതത്തിൻ്റെ ആദർശം വളരെ വിശാലമാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സുകൾ വിശാലമാണോ എന്നതാണ് അള്ളാഹു ഉയർത്തുന്ന ചോദ്യം. നമ്മുടെ മനസ്സുകൾ കുടുസാണോ, സങ്കുചിതമാണോ, സ്വാർത്ഥമാണോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിശാലമായ ആദർശങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം നമ്മുടെ നെഞ്ചകത്തെ നാം വിശാലമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്, വലിയ അർത്ഥപൂർണതയുണ്ട്. ഇസ്ലാം ലോകത്ത് എക്കാലഘട്ടത്തിലും നീതിയിലും സമത്വത്തിലും സാഹോദര്യത്തിലുമെല്ലാം പ്രസക്തമായ മതമാണ്. അമേരിക്കയിലെ ഇസ്ലാം സ്വീകരിച്ച ജെഫ്രി ലാങ് എന്ന് പറഞ്ഞ വെളുത്തവനായ ഒരു അമേരിക്കൻ പ്രൊഫസർ, അദ്ദേഹത്തിൻ്റെ
പോരാട്ടവും കീഴടങ്ങലുമെന്ന ബൃഹത്തായ സമഗ്രമായ തൻ്റെ പരിവർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ ഒരനുഭവം കുറിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടത്തിൽ യുവാവായിരിക്കെ, ചെറുപ്പക്കാരനായിരിക്കെ ഒരു പ്രഭാഷണം കേൾക്കാൻ പോയി. സാൻ ഫ്രാൻസിസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അബുൽ അലി മൂസ എന്നറിയപ്പെടുന്ന ഇസ്ലാം സ്വീകരിച്ച കറുത്തവനായ നീഗ്രോ വർഗക്കാരനായ ഒരു വ്യക്തിയുടെ ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ പോയി. അദ്ദേഹത്തെ മുമ്പ് പരിചയമുണ്ട്. ജെഫ്രി ലാങ് എന്ന വെളുത്ത അമേരിക്കക്കാരൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി ഉജ്ജ്വലമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അബുൽ അലി മൂസയുടെ പ്രസംഗം കേട്ടു. പ്രസംഗം കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരു അമേരിക്കക്കാരനായ അമുസ്ലിം അബുൽ അലി മൂസയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്കൊക്കെ ഇസ്ലാം ആശ്ലേഷണത്തിലൂടെ ഉണ്ടായ പരിവർത്തനം? എന്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ പരിവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്? എന്ത് സവിശേഷതയാണ് നിങ്ങളുടെ ഈ മാറ്റത്തിൽ? അബുൽ അലി മൂസ എന്ന നീഗ്രോ ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി തൻ്റെ സദസ്സിനെ ഒന്ന് നോക്കി. എന്നിട്ട് തൻ്റെ തൊട്ടടുത്തിരുന്ന ജെഫ്രി ലാങ് എന്ന അമേരിക്കക്കാരൻ, വെളുത്തവനായ അമേരിക്കക്കാരൻ്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ പരസ്പരം തെരുവോരങ്ങളിൽ തല്ലുകയും കൊല്ലുകയും ചെയ്തവരായിരുന്നു ഞാനും ജെഫ്രിയുമൊക്കെ. ഞങ്ങളെ ആദർശത്തിൻ്റെ ചരടിൽ, സാഹോദര്യത്തിൻ്റെ ചരടിൽ കോർത്തിണക്കി എന്നതാണ് ഞങ്ങളിൽ ഇസ്ലാം വരുത്തിയ മാറ്റം. വികാരനിർഭരമായ അദ്ദേഹത്തിൻ്റെ മറുപടി ജെഫ്രി ലാങ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് ഈ നൂറ്റാണ്ടിൻ്റെ, ഈ കാലഘട്ടത്തിൻ്റെ ഏതാനും വർഷങ്ങൾക്കിടയിലുള്ള ലോകത്തെ ഏറ്റവും വികസിതമായ ഒരു രാജ്യത്തിൻ്റെ ചിത്രമാണ്. ബറാഖ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ ലോകത്തെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു, കറുപ്പഴക് എന്ന് വിശേഷിപ്പിച്ചു. നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു കറുത്തവനായ മുഖ്യമന്ത്രി അധികാരത്തിലെത്തിയാൽ അത് വാർത്തയാകുമോ? ഇല്ല. നമ്മുടെ രാജ്യത്തെ, സംസ്ഥാനത്ത് വർണ്ണവെറിയില്ല, ജാതീയതയും ഉച്ചനീചത്വവുമുണ്ട്. വർണ്ണവെറിയെപ്പോലെ അതിഭീകരമായ മനുഷ്യത്വരഹിതമായ മറ്റൊരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ. എന്നാൽ തൊലിയുടെ നിറത്തിൻ്റെ പേരിലുള്ള വെറിയും വെറുപ്പും പോരാട്ടവും നിരന്തരമായി ബ്രിട്ടനിലും അമേരിക്കയിലും അമേരിക്കൻ ഐക്യനാടുകളിലും ആഫ്രിക്കൻ ഉപഭൂഖണ്ഡങ്ങളിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കറുത്തവർക്കും പട്ടികൾക്കും പ്രവേശനമില്ല എന്ന് ഹോട്ടലുകൾക്ക് മുമ്പിൽ വെള്ളക്കാരൻ എഴുതി തൂക്കുന്നു, വെള്ളക്കാരൻ്റെ ഹോട്ടലുകൾക്ക് മുമ്പിൽ. ഇതൊക്കെയാണ് ബറാക്ക് ഒബാമ പ്രസിഡന്റായപ്പോൾ ലോകത്തതൊരു അത്ഭുതമായി മാറിയത്. കാരണം ശാസ്ത്രരംഗത്ത് എത്ര വളർന്നിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് വർണ്ണവെറിയുടെ പേരിൽ കുടുസാണ് എന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം. നമ്മൾ പ്രസംഗിക്കാറുണ്ട്, പ്രസംഗത്തിൽ ഇസ്ലാമിക പ്രഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കറുത്തവരിൽ കറുത്തവനായ ബിലാലിനെയും വെളുത്തവരിൽ വെളുത്തവനായ സൽമാനെയും ആദർശത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ചരടിൽ കോർത്തിണക്കിയ മതമാണ് ഇസ്ലാം, സമത്വത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ. ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞ് നമ്മൾ അവഗണിച്ച് കളയേണ്ടതില്ല എന്ന് ചുരുക്കം. അത് ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിച്ചൊതുക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, അന്യവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ നൊമ്പരങ്ങൾ ഇന്നും, നെടുവീർപ്പുകൾ ഇന്നും ലോകത്ത് നാം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെയും പ്രസക്തമായ മതമാണ് അള്ളാഹുവിൻ്റെ സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ മതം.
ഇസ്ലാമിൻ്റെ ഓരോ ആദർശങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അത് പ്രവാചകൻ പ്രബോധനം ചെയ്ത സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ കരുത്ത് നാം പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഖൽബിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടന്നു വരുമ്പോഴുണ്ടാകുന്ന സാഹോദര്യ ബന്ധം, സമത്വബോധം, ആദർശനിഷ്ഠ, അർപ്പിതാവസ്ഥ, സമ്പത്തിനേക്കാൾ, വിഷയാസക്തിയേക്കാൾ, ജീവിതത്തിന്റെ സുഖഭോഗങ്ങളെക്കാൾ, ഭൗതികമായ എല്ലാറ്റിനേക്കാളും വലുത് അള്ളാഹുവാണ്, റബ്ബാണ്, റസൂലാണ്, റബ്ബിന്റെ മാർഗമാണ് എന്ന ആ തീരുമാനം, ദൃഢനിശ്ചയം. മക്കയിലെ ഗോത്രവർഗ പ്രമുഖന്മാരായ ശത്രു നേതാക്കന്മാരുടെ മക്കളുടെയൊക്കെ പരിവർത്തനം, അവരുടെ കൽബിലേക്ക് ഇസ്ലാം കടന്നു വന്ന പശ്ചാത്തലം, അള്ളാഹു കൊടുക്കുന്ന ഹിദായത്ത്, അത് കൽബിലെത്തിയാലുണ്ടാകുന്ന അനുരണനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അബൂ ആമിർ, ഔസ്, ഖസ്റജ് ഗോത്രങ്ങളിൽ ഔസ് ഗോത്രത്തിന്റെ പ്രമുഖനായ തലവന്മാരിൽ ഒരാളായ അബൂ ആമിറിന്റെ മകൻ ഹംദല, ഏറെ അബൂ ആമിർ ഇഷ്ടപ്പെട്ട തന്റെ പൊന്നാര മകൻ പടച്ചതമ്പുരാന്റെ പ്രവാചകന്റെ കൂടെ കൂടി ഇസ്ലാം സ്വീകരിച്ചു. സഹിക്കാൻ കഴിയാത്ത വിഷമമായിരുന്നു അബൂ ആമിർ എന്ന മുശ്രിക്കുകളുടെ നേതാവിന്, ഗോത്രവർഗ നേതാവിന്. ഉഹദ് യുദ്ധത്തിന്റെ തലേന്നാണ് ഹൻദല റളിയല്ലാഹു അൻഹു വിവാഹിതനായത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് മണിയറയിൽ മധുവിധു ആഘോഷിക്കുന്ന ആദ്യ രാത്രിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ഉഹദ് യുദ്ധഭൂമിയിലേക്ക്, അടർക്കളത്തിലേക്ക് പുറപ്പെട്ടു. ആ പോരാട്ടത്തിൽ ഹൻദല റളിയല്ലാഹു അൻഹു ഷഹീദായി. ഉഹദിന്റെ ഒന്നാമത്തെ ഘട്ടത്തിലെ പരാജയത്തിൽ ആഘോഷിച്ച അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം ഹംസ റളിയല്ലാഹു അൻഹു, അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആരെയെല്ലാം ഉഹദിൽ കൊന്നൊടുക്കിയോ അവരുടെ എല്ലാം മയ്യത്ത്, അവയവങ്ങൾ മുറിച്ചു മാറ്റി, നെഞ്ചകം പിളർത്തി, കരളുകൾ പുറത്തെടുത്ത് അങ്ങനെ വികൃതമാക്കി മയ്യത്തുകളെല്ലാം. ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊത്തി നുറുക്കാൻ, വികൃതമാക്കാൻ കടന്നു വന്ന തൻ്റെ അനുചരന്മാരുടെ അരികിൽ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് അബൂ ആമിർ എന്ന പിതാവ് പറഞ്ഞത്രേ, എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, അനുയായികളെ, ഈ കിടക്കുന്നതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? എൻ്റെ പൊന്നാര മകനാണ്. എന്നോടൊപ്പം ജീവിതത്തിലുടനീളം നന്മ ചെയ്ത, സ്നേഹിച്ച, എനിക്ക് സ്നേഹം നൽകിയ മകനാണ്. മുഹമ്മദിന്റെ കൂടെയും അവൻ നന്മയോടൊപ്പമാണ് ഉണ്ടാവുക. അവന്റെ ഹൃദയത്തിന്റെ നന്മ കാണുന്ന റബ്ബ് അള്ളാഹു അവന്റെ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മകന്റെ മയ്യത്ത് നിങ്ങൾ വികലമാക്കരുത്, വികൃതമാക്കരുത് എന്ന ആ പിതാവിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ഉഹദ് യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വികലവും വികൃതവുമാക്കപ്പെടാത്ത ഒരേ ഒരു സ്വഹാബിയുടെ മയ്യത്ത്, അത് ഹൻദലത്ത് ഇബ്നു അബൂ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യത്തിന്റെ അരികിലെത്തിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഹൻദലയുടെ മയ്യത്ത് മാലാഖമാർ ആകാശത്ത് നിന്ന് ആലിപ്പഴം കൊണ്ട് ശുദ്ധീകരിക്കുന്നതായി, കുളിപ്പിക്കുന്നതായി ഞാൻ കാണുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട് അന്വേഷിക്കുക, വിവരങ്ങൾ തിരക്കുക. സ്വഹാബാക്കളിൽ ചിലർ അന്വേഷിച്ച് തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂലേ, മണിയറയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്, ജനാബത്തുകാരനായിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത്, അദ്ദേഹത്തെ മലക്കുകൾ ശുദ്ധീകരിക്കുകയാണെന്നാണ് പ്രിയതമയുടെ വിശദീകരണമെന്ന്. എല്ലാവിധ വിഷയാസക്തിയെയും ഭൗതികമായ സുഖലോലുപതയെയും ആദർശത്തിന് വേണ്ടി അടിയറവ് പറയാൻ, അർപ്പിക്കാൻ തയ്യാറായ സമൂഹത്തിന്റെ ചിത്രം ഇതാണ്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക്, നെഞ്ചകത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നാൽ ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, റബ്ബിന്റെ പ്രകാശത്തിലൂടെ മുന്നോട്ടു നീങ്ങുന്ന വിശ്വാസിയുടെ ചിത്രം. ഓരോ പരിവർത്തനവും നെഞ്ചകത്തിലേക്ക് ഇസ്ലാം കടന്നു വീഴുമ്പോഴുണ്ടായ ഈമാനികമായ മാറ്റം വിസ്മയകരമാണ്. മറ്റൊരു പ്രമുഖനായ വിശുദ്ധ ഖുർആൻ
അവസരവാദിയായ കവി എന്നാക്ഷേപിച്ച അറേബ്യയിലെ നമ്പർ 1 കവികളിൽ ഒരാളായ വലീദ് ഇബ്നു മുഗീറ ഖുർആൻ ആയത്തുകളിലൂടെ വലീദ് ഇബ്നുൽ മുഗീറയുടെ അവസരവാദത്തെ പരാമർശിക്കുന്നുണ്ട്. സത്യമറിഞ്ഞിട്ടും ഉൾക്കൊള്ളാത്ത ആ താല്പര്യമുള്ള മനസ്സിനെ ആക്ഷേപിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഒരിക്കൽ മക്കത്തെ ഹറമിന്റെ മുറ്റത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കവിയായ വലീദ് ഇബ്നുൽ മുഗീറ പള്ളിമുറ്റത്തുകൂടെ ഹറമിന്റെ അരികിലൂടെ നടന്നു പോകുന്നത് കണ്ട പ്രവാചകൻ ഖുർആൻ പാരായണം ഉച്ചത്തിലാക്കി. കവിയായ വലീദൊന്ന് കേൾക്കട്ടെ, അള്ളാഹുവിന്റെ ഗദ്യമല്ലാത്ത പദ്യമല്ലാത്ത കലാം വചനങ്ങളുടെ ആ വിസ്മയം വലീദൊന്ന് കേൾക്കട്ടെ എന്ന് കരുതി പ്രവാചകൻ ഉറക്കെ ഓതി. കാലുകൾ ഭൂമിയിൽ ആണ്ട് കിടക്കുന്നത് പോലെ, ആണ്ടുപോയതുപോലെ വലീദ് അങ്ങനെ നിന്നുപോയി, നിശ്ചലനായി നിന്നുപോയി ഖുർആനിന്റെ വചനങ്ങൾ കേട്ട്. ആ കവിമനസ് അത്ഭുതപ്പെട്ടു പോയി. തിരിച്ച് വലീദ് തൻ്റെ കൂട്ടുകാരായ ഗോത്ര നേതാക്കന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞത്രേ, നമ്മുടെ കൂട്ടത്തിൽ കുറെ കാലമായല്ലോ മുഹമ്മദ് ഒരു കവിതയും മുഹമ്മദ് എഴുതിയതായി നമ്മൾ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. മുഹമ്മദ് ഒരു ജ്യോത്സ്യപ്പണി എടുത്തതായും എനിക്കറിയില്ല. അങ്ങനെ പല കാര്യങ്ങളും എടുത്തെണ്ണി പറഞ്ഞുകൊണ്ട് വലീദ് ഇബ്നുൽ മുഗീറ പറഞ്ഞു തൻ്റെ കൂട്ടുകാരോട്, ഞാൻ മുഹമ്മദിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ചില വചനങ്ങൾ കേട്ടു. ഗദ്യമല്ലാത്ത പദ്യമല്ലാത്ത ആ വചനത്തിന്റെ ഉറവിടം അത് പ്രപഞ്ചനാഥൻ തന്നെയാണ്, അല്ലാഹുവാണ്, യാതൊരു സംശയവുമില്ല എന്ന് പ്രഖ്യാപിച്ചു. ഉടൻ തന്നെ ഗോത്ര നേതാക്കൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. തൻ്റെ എതിരെ തന്നെ അനുകൂലിക്കാൻ ആളില്ലെന്ന് കണ്ടപ്പോൾ അവസരവാദിയായ വലീദ് ഇബ്നു മുഗീറ നയം മാറ്റി. മാരണം ബാധിച്ചവനാണ് എന്ന് ആക്ഷേപിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വലീദ് ഇബ്നുൽ മുഗീറ അറബികൾക്കൊരു ശൈലിയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട മകന് തൻ്റെ പേര് തന്നെ ഇടും, ബാപ്പാന്റെ പേര് തന്നെ. നമ്മളൊക്കെ വല്യപ്പാന്റെ പേരൊക്കെ ഇടാറുണ്ട്, സ്വന്തം പേര് തന്നെ ഇടും. വലീദ് ഇബ്നുൽ വലീദ് എന്ന ഖാലിദ് ഇബ്നു വലീദിന്റെ സഹോദരനായ വലീദ് ഇബ്നുൽ വലീദ് ബദർ യുദ്ധത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. വലീദ് ഇബ്നുൽ മുഗീറാന്റെ മകൻ വലീദ് ഇസ്ലാമിക സമൂഹത്തിൽ ബന്ധനസ്ഥനായി. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ തന്റെ ശക്തനായ ഒരു സ്വഹാബിയുടെ കരവലയങ്ങളിൽ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് എന്ന ആ ചെറുപ്പക്കാരനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ മനസ്സിലുണ്ടാകുന്ന ചലനം, മുസ്ലിം സമൂഹത്തോട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മനസ്സിന്റെ ആഭിമുഖ്യം അടുത്തെറിഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലീദാകട്ടെ, വലീദ് ഇബ്നുൽ മുഗീറയാകട്ടെ, തന്റെ പുന്നാര മകൻ മുസ്ലിമീങ്ങളുടെ കരവലയത്തിൽപ്പെട്ടു, ബന്ധനസ്ഥനാക്കപ്പെട്ടു, പിടികൂടപ്പെട്ടു എന്നറിഞ്ഞ് സങ്കടപ്പെട്ട് തന്റെ ഖാലിദ് ഇബ്നു വലീദിനെയും മറ്റൊരു സഹോദരനെയും പറഞ്ഞയച്ചു. മോചനദ്രവ്യം നൽകി എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം, എന്തു വില കൊടുത്തും എൻ്റെ മകനെ സ്വതന്ത്രനാക്കണമെന്ന് പറഞ്ഞയച്ചു. അവര് പോയി മദീനത്തെത്തി, അള്ളാഹുവിൻ്റെ റസൂലിന്റെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലീദിന് വലിയ വില പറഞ്ഞു. ഒന്നുകൊണ്ടുമല്ല, അവർ വാങ്ങാതെ തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, വലീദിനെ കൂടെ കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രം വലിയ വില പറഞ്ഞു. ഖാലിദ് ഇബ്നു വലീദ്, യുദ്ധക്കൊതിയനായ ഖാലിദ് ഇബ്നു വലീദ് അന്ന് മുസ്ലിമല്ല, തൻ്റെ മറ്റൊരു സഹോദരനോട് പറഞ്ഞു, വേണ്ട, നമുക്ക് യുദ്ധത്തിൽ നമ്മുടെ സഹോദരനെ രക്ഷപ്പെടുത്താം, ഇത് വലിയ തുക തന്നെയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ മറ്റേ സഹോദരൻ, ഖാലിദിന്റെയും വലീദിന്റെയും ഉമ്മ വേറെയാണ്, മറ്റേ സഹോദരൻ ക്ഷുഭിതനായി പറഞ്ഞത്രേ, അത് നിന്റെ ഉമ്മ വേറെയായതുകൊണ്ട് നിനക്ക് കൽബിന്റെ പിടച്ചിലില്ലാഞ്ഞിട്ടാ, ബേജാറില്ലാഞ്ഞിട്ടാ. എൻ്റെ ബാപ്പ പറഞ്ഞിട്ടുണ്ട്, എന്തു കൊടുത്താലും എത്ര കൊടുത്താലും വലീദിനെ സ്വതന്ത്രനാക്കി വീട്ടിലെത്തിക്കണമെന്ന്. അവർ കൊടുത്തു, വലിയ തുക തന്നെ കൊടുത്തു. പ്രവാചകനിൽ നിന്ന് വലീദ് ഇബ്നുൽ വലീദിനെ സ്വതന്ത്രനാക്കി. അങ്ങനെ മദീനത്തെ ഗ്രാമത്തിൻ്റെ അതിര് കടന്ന് മക്കത്തേക്ക് പുറപ്പെടാൻ പോകുന്ന സന്ദർഭത്തിൽ
ഈ വലീദ് ഇബ്നുൽ വലീദ് തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞത്രേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിതാ ഇസ്ലാമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. ആ സഹോദരന്മാർക്ക് അപ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വലിയ തുക കൊടുത്ത് ബാപ്പാൻ്റെ ബേജാറ് തീർക്കാൻ വേണ്ടി സ്വന്തം സഹോദരനെ രക്ഷിച്ചെടുത്ത് കാശൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി അവിടെ നിന്ന് ഇറങ്ങി മദീനയുടെ അതിര് വിടുന്നതിൻ്റെ ഇടയിൽ ഈ വലീദ് പറയാണ്, ഞാൻ മുസ്ലിമായി, മുഹമ്മദിൻ്റെ കൂടെയാണ്, ഞാൻ ബാപ്പാൻ്റെ കൂടെയല്ല, മുഹമ്മദിൻ്റെ കൂടെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങേയറ്റത്തെ അത്ഭുതത്തോടെ വിസ്മയത്തോടെ ബേജാറോടുകൂടി സഹോദരന്മാർ ചോദിച്ചു, എന്ത് അസംബന്ധമാണ് സഹോദര താങ്കൾ പറയുന്നത്? എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? വലീദിന്റെ മറുപടി, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് മാസങ്ങൾ അവരുടെ കൂടെയായിരുന്നു, മുസ്ലിമീങ്ങളുടെ കൂടെയായിരുന്നു, ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ കൂടെയായിരുന്നു. ഞാൻ അവരെ കണ്ടു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആദർശബോധത്തിൻ്റെയും ഉത്തമമായ മാതൃക ഞാൻ അവരിൽ കണ്ടു. സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ ഞാൻ കണ്ടു. സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടു. അനുസരിക്കപ്പെടുന്ന അനുസരിക്കുന്ന അനുയായികളെ ഞാൻ കണ്ടു. ഇത് ദൈവിക മതത്തിന്റെ തണല് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അരികിലേക്ക് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തിരിച്ചു പോവുകയാണ്, മുസ്ലിമായി തിരിച്ചു പോവുകയാണ്. പല പ്രലോഭനങ്ങളും നടത്തി. സഹോദരൻ വരാൻ തയ്യാറില്ല. പിടിച്ചു കെട്ടി കയ്യും കാലും കെട്ടി ശൈലി മാറ്റി അതിക്രൂരമായ വിധത്തിൽ അവർ ബാപ്പാന്റെ മുമ്പിലെത്തിച്ചു. വലീദ് ഇബ്നു മുഗീറാന്റെ അടുത്ത് മകൻ വലീദിനെ എത്തിച്ചു. ബാപ്പയും ഞെട്ടിപ്പോയി. ഏറെ അഭ്യർത്ഥിച്ചു, പ്രലോഭിപ്പിച്ചു, പ്രകോപിതനായി പട്ടിണിക്കിട്ടു. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ഹിദായത്ത്, ഈമാൻ കടന്നു ചെന്നാൽ പിന്നെ എന്ത് പട്ടിണി, പ്രലോഭനം, ബാപ്പ, മക്കൾ, കുടുംബം, എല്ലാറ്റിലും വലുത് റബ്ബും റസൂലും റബ്ബിന്റെ മാർഗവുമാവുക സ്വാഭാവികമാണ്. അടിയറവ് പറഞ്ഞില്ല വലീദ്, ഉറച്ചു നിന്നു സത്യദീനിൽ. അവസാനം ചങ്ങലക്കിട്ട് ബന്ധനസ്ഥനാക്കി മാരകമായ ശിക്ഷ, നിരന്തരമായി മനപരിവർത്തനമുണ്ടാകുന്നതുവരെ, സ്വന്തം മതത്തിലേക്ക് തിരിച്ചു വരുന്നതുവരെ മർദ്ദനമെന്ന തീരുമാനത്തിലെത്തി വലീദ് ഇബ്നുൽ മുഗീറ. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഖുതുബ കഴിഞ്ഞ് 2-3 സ്വഹാബാക്കൾ മക്കയിൽ മർദ്ദിച്ചൊതുക്കപ്പെടുന്ന കടുത്ത നരകയാതന അനുഭവിക്കുന്ന 2-3 സ്വഹാബാക്കൾക്ക് വേണ്ടി നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിക്കപ്പെട്ട സ്വഹാബാക്കളിൽ ഒരാളായിരുന്നു വലീദ് റളിയല്ലാഹു അൻഹു. ഒടുവിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്ത് ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ട് മദീനത്തേക്ക് തിരിച്ചെത്തി. ഇത് ഇസ്ലാമിൻ്റെ ചരിത്രം. അള്ളാഹു കൊടുക്കുന്ന ഹിദായത്തിൻ്റെ ശക്തിയും കരുത്തും അത് വേദനകളെയും വേർപാടുകളെയും ദുനിയാവിൻ്റെ വിഭവങ്ങളെയും സമൃദ്ധിയെയും എല്ലാം അതിജയിക്കുന്ന ഈമാനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന അധ്യായമാണ്. നമ്മളൊക്കെ കൊച്ചുനാളിൽ മദ്രസകളിൽ പോലും ചരിത്ര പാഠങ്ങളിൽ കേട്ടുപിടിച്ച പാഠങ്ങളാണ് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിവർത്തനം. ഓർക്കണം നമ്മൾ ആ ചരിത്രം, പഠിക്കണം നമ്മൾ ആ ചരിത്രം, ആവർത്തിച്ചു ഓർമ്മിക്കണം ആ ചരിത്രം. അത്ര വലിയ പോക്കിരിയും തമ്മാടിയും ധിക്കാരിയുമായിരുന്നു ഉമർ ഇബ്നു ഖത്താബ്. നാട്ടുകാർ, മുസ്ലിങ്ങളായ സത്യവിശ്വാസികളിലെ ദുർബല ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം പോലും നടത്താതെ മാസങ്ങൾ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി സ്വകാര്യമായി കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് 2 വ്യക്തിത്വങ്ങളുടെ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. 2-ൽ-1 അബൂജഹലിനെയോ ഉമറിനെയോ നൽകി ഇസ്ലാമിന് കരുത്തേകണമേ നാദാ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമ്പോഴും ആത്മഗതം പറയുമായിരുന്നു അത്രേ. കുറഞ്ഞ സ്വഹാബാക്കള് ഖത്താബിന്റെ കഴുത വിശ്വസിച്ചാലും മകൻ ഉമർ വിശ്വസിക്കാൻ സാധ്യതയില്ല. ഖത്താബിന്റെ കഴുത വിശ്വസിച്ചാലും മകൻ ഉമർ വിശ്വസിക്കാൻ സാധ്യതയില്ല. അത്ര ക്രൂരതയുടെ പ്രതീകമായിരുന്നു ഉമർ. ഉറയിൽ നിന്ന് വാളൂരിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ വെട്ടിതുറുക്കാൻ വേണ്ടി ഉമർ ഒരിക്കൽ പുറപ്പെട്ടത്. വഴിയിൽ വെച്ചാണ് ഒരു സുഹൃത്തിനെ കണ്ടത്. പെങ്ങളും ഫാത്തിമയും
സഈദും അളിയനും ഇസ്ലാമായി എന്ന വാർത്ത അതോടുകൂടി എല്ലാ തരത്തിലും ഉമറിന്റെ സമനില തെറ്റി. ഉമർ തിരിച്ചുപോയത് പെങ്ങളുടെ വീട്ടിലേക്കാണ്, അളിയന്റെ വീട്ടിലേക്കാണ്. വാതിലിൽ ഉമറിന്റെ കാർക്കശ്യത്തോടെയുള്ള മുട്ട് കേൾക്കുന്ന സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി. അങ്ങനെ പഠിക്കുകയാണ് സഈദും ഫാത്തിമയും, ഭാര്യ ഭർത്താക്കന്മാർ ഖുർആൻ പഠിക്കുകയാണ്. ഉമറിന്റെ ശബ്ദം കേട്ട് പേടിച്ചരണ്ട് കൊണ്ട് ഖബ്ബാബ് ഓടിയൊളിച്ചു. സുബ്ഹാനല്ലാഹ്, ഉമറാണ് വരുന്നത്, രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഖബ്ബാബ് ഓടിയൊളിച്ചത്രേ. വാതിൽ തുറന്ന് ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നീ മുഹമ്മദിന്റെ കൂട്ടത്തിൽ പെട്ടോ? അതായിരുന്നു അറിയേണ്ടത്. നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ കുടുങ്ങിയോ? ചോദ്യത്തിന് അങ്ങേയറ്റത്തെ താഴ്മയോടെ, വിനയത്തോടെ, ഭയപ്പാടോടെ സഈദിന്റെ മറുപടി, ഉമറേ, നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നതിനപ്പുറത്താണ് സത്യമെങ്കിലോ? എത്ര വിനയത്തോടെയാണെന്നറിയാം ആ ചോദ്യം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ പാരമ്പര്യത്തിന്റെ മതപാത, ആ പാതയ്ക്കപ്പുറത്താണെങ്കിലോ ഉമറേ സത്യം? കേട്ട പാതി കേൾക്കാത്ത പാതി കരണത്ത് അതിശക്തമായ കരങ്ങൾ വീണു. സഈദിന്റെ കരണത്ത് ചെവിയും കണ്ണും പൊട്ടി, ചോര വാർന്നൊലിച്ചു. വീണ്ടും ഇടിച്ചു വീഴ്ത്തി. നെഞ്ചിൽ കയറിയിരുന്നു. തളർന്ന് വാർന്നൊലിക്കുന്ന ചോരയോടെ പിടഞ്ഞ് മർദ്ദനങ്ങൾ സഹിക്കുന്ന തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയ ഫാത്തിമാക്ക് കിട്ടി അടി. രക്തം വാർന്നൊഴുകി അവരുടെ മുഖത്തും പെങ്ങളുടെ മുഖത്തും. അത്ര വിഭ്രാന്തനും ക്രൗര്യതയിലുമായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സെക്കൻഡില്, ആ മർദ്ദനത്തിൽ, വാർന്നൊലിക്കുന്ന ചോരത്തുടിപ്പിൽ നിന്ന് ആ പെങ്ങള് ആദർശദാർഢ്യത്തോടുകൂടി പറഞ്ഞു, അല്ലാഹു സാക്ഷി, ഉമറേ, നീ ഞങ്ങളെ തല്ലിക്കൊന്നാലും പടച്ച തമ്പുരാൻ അവനേകനാണ്, അവനെ മാത്രം ആരാധിക്കുന്ന ഈ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോകില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രഖ്യാപനം ഉമറിന്റെ ഖൽബിൽ വല്ലാത്തൊരു ചലനം സൃഷ്ടിച്ചു. ഉമർ നിശബ്ദനായി പോയി, ശാന്തനായി പോയി, തളർന്നുപോയി. ഉമറിന്റെ വീര്യം ചോർന്നുപോയി. ഉമർ നെഞ്ചിൽ നിന്ന് സാവകാശം, അളിയന്റെ നെഞ്ചിൽ നിന്ന് സാവകാശം എഴുന്നേറ്റു. എന്നിട്ട് ഫാത്തിമ പെങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓതിയിരുന്ന ആ വചനം ഏതാണ്? ആ വരികൾ ഏതാണ്? ആ താളുകൾ എവിടെ? പെങ്ങള് പറഞ്ഞു, തരില്ല ഞങ്ങൾ നിനക്ക്. വൃത്തിയില്ലാത്ത, അഴുക്കും പുരണ്ട, തമ്മാടിത്തങ്ങളും മദ്യം മണക്കുന്ന ഈ ശരീരത്തോടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ താളുകൾ തൊടാൻ നിനക്ക് യോഗ്യതയില്ല. കുളിച്ച് ശുദ്ധിയായി വാ. അനുസരണയുള്ള കുട്ടിയെ പോലെ കുളിച്ച് ശുദ്ധിയായി വന്നു. ഉമർ കുളിച്ച് ശുദ്ധിയായി വന്നു. ഓതി അല്ലാഹു കലാം, ത്വഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. വിശുദ്ധ ഖുർആനിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഹിദായത്ത് കിട്ടിയ 5-8 ആയത്തുകളൊന്ന് ഓതണം. പോയി സഹോദരന്മാരെ, ഖുർആൻ എടുത്ത് ഓതണം. ആ വരികളുടെ കരുത്ത്, അതിൽ തൗഹീദുണ്ട്, ഈമാനുണ്ട്, ഇസ്ലാമുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്ന ആ വചനങ്ങൾ ഉമറിന്റെ ഖൽബിലേക്ക് ഹിദായത്തായി കിനിഞ്ഞിറങ്ങി പോയി. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക്, അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവിടെ ചെന്ന് കലിമ ചൊല്ലി മുസ്ലിമായി ആദ്യം ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അള്ളാഹുവിന്റെ റസൂലേ, ജീവിതത്തിലും മരണത്തിലും നമ്മൾ സത്യത്തിലല്ലേ? ഇതാണ് ചോദ്യം. അള്ളാഹുവിന്റെ റസൂലേ, ജീവിതത്തിലും മരണത്തിലും നമ്മൾ സത്യത്തിലല്ലേ? അതേ ഉമറേ, എന്താ സംശയം? ജീവിതത്തിലും മരണത്തിലും നമ്മൾ സത്യത്തിൽ തന്നെയാണ്. എങ്കിൽ ഇനി രഹസ്യ പ്രബോധനം വേണ്ട, വരണം, പുറത്തിറങ്ങണം. അങ്ങനെ മുന്നിൽ ഒരു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു, മറ്റേ ഭാഗത്ത് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നടുവിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിറകിൽ ദുർബലരായ ഒരു ചെറിയ സംഘം വിശ്വാസികൾ. അവരെ തക്ബീർ മുഴക്കി, തൗഹീദിന്റെ കലിമ മുഴക്കി, ആദ്യമായി സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനവുമായി മക്കയുടെ തിരുവോരത്തിൽ ആദ്യമായി പരസ്യ പ്രബോധനം നടത്തി. ആ പ്രകടനം കഴിഞ്ഞ്, ആ പ്രകടനം കാതോർത്ത് മക്കയിലെ മുശ്രിക്കുകൾ വിറച്ചുപോയി. അതിന്റെ മുന്നിൽ ഉമറും ഹംസയും ഉണ്ടായതുകൊണ്ട് മാത്രം അവര് വാളുകൊണ്ട് ഇടപെട്ടില്ല, അതിന് ധൈര്യം കാണിച്ചില്ല, വിറച്ചുപോയവര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടനം കഴിഞ്ഞ് തിരിച്ചു വന്ന് അള്ളാഹുവിന്റെ ആ പ്രിയപ്പെട്ട ദാസന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ ഉമറേ, താങ്കൾ വെറും ഉമറല്ല, ഉമർ അൽ ഫാറൂഖ്. എന്താണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ? സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവൻ.
വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇട്ട മറ്റൊരു പേരാ. ഖുർആന്റെ 25-ാം അധ്യായത്തിന്റെ പേരാ സൂറത്തുൽ ഫുർഖാൻ. ഫുർഖാൻ സത്യവും അസത്യവും വിവച്ഛേദിക്കുന്ന ഗ്രന്ഥം എന്നർത്ഥം. താങ്കൾ ഇന്നു മുതൽ ഉമറല്ല, ഉമറുൽ ഫാറൂഖാണ്. ഈ മണ്ണിൽ അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ആ സത്യത്തെയും അസത്യത്തെയും ആദ്യമായി വേർപിരിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത് താങ്കളാണ്. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് ആണെന്ന് അള്ളാഹുവിന്റെ റസൂലെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേര് വിളിച്ചു. ആരായി മാറി ഇസ്ലാമിൻ്റെ ആ നായകൻ, നേതാവ്? ചരിത്രത്തിൽ ഇങ്ങനെ മലക്കുകളെക്കാൾ ഉന്നതനായ മനുഷ്യന്മാരുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന വിധം ഉയർന്നു, ഈമാനികമായി വളർന്നു മഹാനായ ആ സ്വഹാബി. നോക്കൂ നിങ്ങൾ, മണൽക്കാറ്റടിച്ചു വീശുന്നു. സൗദി അറേബ്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ പോയവർക്കറിയാം, മണൽക്കാറ്റിൻ്റെ സന്ദർഭത്തിൽ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് പോലും, വാഹനങ്ങൾ ഓടിക്കരുത്, ആളുകൾ പുറത്തിറങ്ങരുത്, അത്യുഷ്ണമാണ്, കടുത്ത കാലാവസ്ഥ മാറ്റമാണ്, അപകടകരമായ ചൂടും പ്രയാസവുമാണ്. ആ മണൽക്കാറ്റടിച്ചു വീശുന്ന സന്ദർഭത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു തൻ്റെ മദീനത്തെ വീട്, ആ വീട്ടിൻ്റെ വാതിലുകൾ ഓരോന്ന് ധൃതി പിടിച്ചടക്കുകയാണ്, ജനലുകളെല്ലാം അടക്കുകയാണ്. കാരണം ആ പൊടിക്കാറ്റുള്ളിൽ കയറി അതിൻ്റെ ചൂടും അതിൻ്റെ ആ കാഠിന്യവും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വാതിലുകൾ ഓരോന്നും അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ വാതിലടക്കുമ്പോഴുണ്ട് ഒരു ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചൊരു മനുഷ്യൻ അങ്ങനെ നടക്കുന്നു. ആ രാത്രിയിൽ മണൽക്കാറ്റിൻ്റെ സന്ദർഭത്തിൽ, അപകടകരമായ മണൽക്കാറ്റിൻ്റെ സന്ദർഭത്തിൽ സഹോദരന്മാരെ ദൂരെ നിന്ന് നോക്കിയെങ്കിലും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് മനസ്സിലായി അത് ഖലീഫയാണ്, രാഷ്ട്രനായകനാണ്, ഉമർ ഇബ്നു ഖത്താബാണ്. അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്താണിത്? ഈ അപകടം വിതക്കുന്ന കാറ്റിൻ്റെ, ഈ കടുത്ത ചൂടിൻ്റെ ഇടയിൽ എങ്ങോട്ടാണ് ഈ പുറപ്പാട്? ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, രാഷ്ട്ര ഖജനാവിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതത്തിൽപ്പെട്ട ഒരു ഒട്ടകം കയറ് പൊട്ടിച്ചു പോയി. ഭൃത്യന്മാരെ ഒന്നും അന്വേഷിക്കാൻ സമയമില്ല, ആരുമില്ല, ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഇതാണ് രാഷ്ട്രനായകൻ. രാത്രിയെ മൂന്നായി പകുത്ത ലോകത്തെ ഒരേയൊരു രാഷ്ട്രനായകൻ. ഒരു രാത്രിയുടെ 1/3 ഭാഗം ഉറങ്ങാൻ, മനുഷ്യരെ പോലെ ഉറങ്ങാൻ 4-5 മണിക്കൂർ മതി ശരാശരി ഒരു മനുഷ്യന് ഉറങ്ങാൻ, ധാരാളമാണ്. അവശേഷിക്കുന്ന പകുതി അള്ളാഹുവിന് തഹജ്ജുദ് നിസ്കരിക്കാൻ, രാത്രി നമസ്കാരത്തിന്. അടുത്ത പകുതി സ്വന്തം പ്രജകളുടെ ക്ഷേമമന്വേഷിച്ച് വേഷപ്രച്ഛന്നനായുള്ള യാത്ര. മദീനയുടെ ഗ്രാമത്തിൻ്റെ ഓരത്തകലെ പട്ടിണിപ്പാവങ്ങൾ മാത്രം അധിവസിക്കുന്ന ഗ്രാമത്തിൻ്റെ ഓരോരത്ത്, അടുത്തൊന്നും വീടുകളില്ലാതെ വിദൂരമായ ഒരിടത്ത് ഒരു കൊച്ചു വീട്ടിൽ ഒരു മനുഷ്യൻ അസ്വസ്ഥനായി വീട്ടിൻ്റെ മുറ്റത്ത് ഉലാത്തുകയാണ്. ഉള്ളിൽ നിന്നൊരു പെണ്ണിൻ്റെ മരണവേദനയോടുകൂടിയുള്ള കരച്ചിലാണ്. കേട്ട് അടുത്ത് ചെന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യം, എന്താണ് താങ്കളുടെ ഭാര്യയ്ക്ക് പറ്റിയത്? എന്താണ് ആ കരച്ചിൽ? എന്താണ് സഹോദര വല്ല സഹായവും എന്ന ചോദ്യം പോലും കേൾക്കാൻ ഈ മനുഷ്യന് ക്ഷമയില്ല. ആ അസ്വസ്ഥനായ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ കിടപെടാൻ പറ്റിയ കേസല്ല സുഹൃത്തെ, താങ്കൾ കിടപെടാൻ പറ്റിയതല്ല. എൻ്റെ ഭാര്യ പ്രസവ വേദന കൊണ്ട് കരയുക, വിഷമിക്കുക, ഒരു പെണ്ണിൻ്റെ സഹായമാണ് എനിക്ക് വേണ്ടത്, താങ്കൾ ശല്യപ്പെടുത്താതെ പോ. അദ്ദേഹം ഓടി തിരിച്ചു തൻ്റെ വീട്ടിലേക്ക്. മഹാനായ രാഷ്ട്രനായകൻ ഭാര്യ ആത്തിക്കയെ വിളിച്ചുണർത്തി, കിടന്നുറങ്ങുക, സുഖനിദ്രയില, വിളിച്ചുണർത്തി പറഞ്ഞു, വലിയ പുണ്യം ചെയ്യാൻ അവസരമുണ്ട് ആത്തിക്ക, വേഗം എഴുന്നേൽക്ക്, ഒരു വലിയ പുണ്യത്തിന് അവസരമുണ്ട്. എന്താ? പ്രസവമെടുക്കുന്ന പണിക്കുക, വലിയ പുണ്യത്തിന് അവസരമുണ്ടെന്ന് പറഞ്ഞ് തിരിച്ച് ഉറക്കമിളച്ച് മുഖം കഴുകി കൂട്ടിക്കൊണ്ടുവന്നു. കുറേ ദൂരം നടന്ന് അവരുടെ വീട്ടിലെത്തി. ആ സ്ത്രീയുടെ പ്രസവമെടുത്ത് ആ കുഞ്ഞിനെ കുളിപ്പിച്ച് തുണിയിൽ പൊതിഞ്ഞ് വാതിലിൽ നിന്ന് ഉമ്മറത്തേക്ക്, മുറ്റത്തേക്ക് വന്നപ്പോൾ ആത്തിക്ക റളിയല്ലാഹു അൻഹ പറഞ്ഞത്രേ, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സുഹൃത്തിന് ഒരാൺകുഞ്ഞ് പിറന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു അത്രേ. അപ്പോഴാണ് ഈ മനുഷ്യൻ താൻ ആരെയാണ് ചീത്ത വിളിച്ചത്, താൻ ആരുടെ ഭാര്യയെ കൊണ്ടാണ് പ്രസവം എടുപ്പിച്ചത്, താൻ എന്തൊരു പണിയാണ് ചെയ്തത് എന്ന് ഈ മനുഷ്യന് മനസ്സിലായത്. പേടിച്ചരണ്ട് കൊണ്ട് ആ മനുഷ്യൻ തലതാഴ്ത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ആശ്വസിപ്പിച്ചു മഹാനായ രാഷ്ട്രനായകൻ ഖലീഫ ഉമർ. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രനായകൻ്റെ ഖലീഫയുടെ ബാധ്യത എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. ലോക ചരിത്രത്തിൽ ഇങ്ങനെയും വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരന്മാരെ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, ഹൃദയത്തിലേക്ക് ഇസ്ലാമിൻ്റെ ഹിദായത്ത് കടന്നു വന്നാൽ, നെഞ്ചകം അതിനു വേണ്ടി വിശാലമാക്കപ്പെട്ടാൽ ഇസ്ലാം വിശാലമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിൻ്റെ നീതി, സമത്വം, സാഹോദര്യം, കാരുണ്യം, ദീനാനുകമ്പ, മാനവികത, വിട്ടുവീഴ്ച എല്ലാം
നീതിബോധത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉജ്ജ്വലമായ ഒരു ചരിത്രം ഇതാ. നീതിബോധത്തിന്റെയും മാപ്പിന്റെയും ഉജ്ജ്വലമായ ചരിത്രം. സുഹൈൽ. ആരാണ് സുഹൈല്? നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഹുദൈബിയ സന്ധിയിലെ ക്രൂരനായ കഥാപാത്രമാണ് സുഹൈല്. മക്കയിലേക്ക് ഉംറക്ക് പുറപ്പെട്ട പ്രവാചകനെ കരാറിലൂടെ തിരിച്ച് മദീനത്തേക്ക് തന്നെ ആട്ടിയോടിച്ച അതിക്രമിയായ മുശ്രിക്കുകളുടെ നേതാവ് സന്ധിയാകാൻ തീരുമാനിച്ചു എന്ന് വന്നപ്പോൾ മക്കത്തെ മുശ്രിക്കുകളിൽ പ്രമുഖന്മാർ ഒന്നടങ്കം തീരുമാനിച്ചു, മുഹമ്മദിനോട് സന്ധിയാകാൻ നമുക്ക് നേതാവായി സുഹൈലിനെ പറഞ്ഞേക്കാം എന്ന്. അങ്ങനെ സുഹൈൽ പോയി ഹുദൈബിയയിൽ വെച്ച് അല്ലാഹുവിൻ്റെ റസൂലിനോട് കരാറാവുകയാണ്. എന്തൊരു അനീതിയുടെ കരാറ്! പ്രത്യക്ഷത്തിൽ എന്ത് കേട്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനൊന്നും സഹിക്കാൻ പറ്റിയില്ല കരാറ്. എന്താ കരാറിന്റെ വ്യവസ്ഥകളിൽ ഒന്ന്? മക്കത്ത് നിന്ന് മുസ്ലിമായ ഇസ്ലാമായ ആളുകൾ മദീനത്തേക്ക് രക്ഷപ്പെട്ടു വന്നാൽ മുസ്ലിമീങ്ങൾ അവരെ തിരിച്ചു കൊടുക്കണം. ആർക്ക്? മക്കക്കാർക്ക്, മുശ്രിക്കീങ്ങൾക്ക് മർദ്ദിച്ചൊതുക്കി ആദർശത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള അവസരം. എന്നാൽ മദീനത്തിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിനെ ഉപേക്ഷിച്ചു വന്നാൽ മക്കയിൽ നിന്ന് ഞങ്ങൾ വിട്ടു തരില്ല. കരാർ നമ്പർ 1. ഉമർ റളിയല്ലാഹു അൻഹു അതിശക്തമായി കരാറിനോട് പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായി, ആ കരാറിൽ ഒപ്പിടാൻ തയ്യാറായി. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനറിയാം, മക്കയിൽ നിന്ന് അള്ളാഹു കൽബിൽ ഹിദായത്ത് കൊടുത്ത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, നെഞ്ചകത്തേക്ക് ഇസ്ലാമിന്റെ ഹിദായത്ത് പ്രവേശിച്ചാൽ പിന്നെ അവിടെ പീഡനങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക്, ഭീഷണികൾക്ക്, പ്രലോഭനങ്ങൾക്ക് ആ മനുഷ്യനെ അതിജയിക്കാനാവില്ല. ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി, റബ്ബിന്റെ പ്രകാശത്തിലായിരിക്കും അവൻ. അതുകൊണ്ട് തിരിച്ചയച്ചാലും അവന്റെ ഹിദായത്തിന്റെ വെളിച്ചം അവൻ കാത്തു സൂക്ഷിക്കും. അവൻ അഥവാ മർദ്ദിച്ചു കൊല്ലപ്പെട്ടാൽ അവന് സ്വർഗന്റെ രക്തസാക്ഷിത്വമുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ കരാർ ഒപ്പിട്ടു. എന്നാൽ മദീനയിൽ നിന്ന് ഇസ്ലാമിനെ, അള്ളാഹു നൽകിയ ഹിദായത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കത്തേക്ക് പോകുന്നവനെ നമുക്ക് വേണോ? വേണ്ട. അതായിരുന്നു പ്രവാചകന്റെ തീരുമാനം. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ നിരീക്ഷണം എത്ര കൃത്യമാണ് സഹോദരന്മാരെ! അങ്ങനെ ഓരോ കരാറും പക്ഷപാതിത്വത്തിന്റെ കരാറായി തോന്നി പലർക്കും. ഉംറ ചെയ്യാൻ ഇത്തവണ പാടില്ല, തിരിച്ചു പോകണം. കരാർ നമ്പർ 2. ഉംറ ചെയ്യാൻ ആണ് വന്നത്, വഴിവക്കിലാണ്, ഹുദൈബിയയിലാണ്. തിരിച്ചു പോണം, ഇക്കൊല്ലം പാടില്ല, അടുത്ത കൊല്ലം നോക്കാം. അതും സഹിച്ചു. കാരണം അതിലപ്പുറത്ത് കരാറിന്റെ ആമുഖം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എഴുത്തുകാരനോട് തോൽച്ചുരുളുകളിൽ എഴുതാൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൈൽ ഇടപെട്ടു, ധിക്കാരിയായ സുഹൈൽ ഇടപെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമും വെട്ടണം, റഹ്മാനും റഹീമും. അങ്ങനെയാണെങ്കിൽ നിന്റെ റബ്ബിനെ, നീ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് വരുന്നില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അള്ളാഹു തന്നെ. ശരി, പക്ഷേ റഹ്മാനാണ് റഹീമാണ് എന്നത് അത് നിന്റെ അള്ളാന്റെ റബ്ബിന്റെ ഗുണമാണ്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെട്ടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആലോചിക്കാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ പേനത്തുമ്പുകൾ പിടിച്ചുകൊണ്ട് ഇടപെട്ടു മഹാനായ ഉമർ. അള്ളാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ചു, ഉമറെ, അവര് റഹ്മാനും റഹീമും വെട്ടിക്കളഞ്ഞാൽ പോലും അള്ളാഹു റഹ്മാനും റഹീമും അല്ലാതാകുന്നില്ല ഉമറെ. നോക്കൂ നിങ്ങൾ ആ പോസിറ്റീവ് ചിന്ത. അവര് റഹ്മാനും റഹീമും എന്നത് വെട്ടിക്കളഞ്ഞാലും അല്ലാഹു റഹ്മാനും റഹീമും അല്ലാതാകുന്നില്ലല്ലോ ഉമറെ. രണ്ടാമത്തതും വെട്ടിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹി, മക്കയിലെ ഗോത്രവർഗ നേതാവ് സുഹൈലുമായി എഴുതുന്ന കരാർ തുടക്കത്തിൽ തന്നെ തിരുത്ത്. മുഹമ്മദുർ റസൂലുള്ളാഹി, നിന്നെ ഞങ്ങൾ റസൂലായിട്ട് അംഗീകരിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? അതുകൊണ്ട് തിരുത്തി എഴുത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ്. അവിടെയും വെട്ടി പ്രവാചകൻ. റസൂലുള്ളാഹി എന്ന പേര് വെട്ടിയപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ഇടപെട്ടു. വികാരഭരിതനായി അസഹനീയമായ മാനസികാവസ്ഥയോടുകൂടി ഇടപെട്ടു. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവായി കാര്യങ്ങളെ കണ്ടു. അവര് വെട്ടിയാലും, അവരെന്റെ റസൂലിയത്ത് വെട്ടിയാലും ഞാൻ അള്ളാഹുവിന്റെ റസൂൽ അല്ലാതാകുന്നില്ല ഉമറെ. ഇതാണ് പ്രവാചകന്റെ കരാർ. എന്താണ് ഈ ത്യാഗത്തിന്റെ കരാറിന്റെ പശ്ചാത്തലം? അതിലൊരൊറ്റ പോയിന്റ് ഉണ്ട്, അനുകൂലമായ ഒരു പോയിന്റ്. എന്താ? കുറെ കാലം തമ്മിൽ ഈ കരാർ നിലനിൽക്കുന്നത് വരെ യുദ്ധമില്ല. യുദ്ധത്തിന്റെ ഭീകരതയുടെ, തീവ്രവാദത്തിന്റെ മതമായിട്ടാണല്ലോ ഇസ്ലാമിനെ ആക്ഷേപിക്കപ്പെടുന്നത്. ചരിത്രം പഠിക്കട്ടെ, അത്തരം വിമർശകന്മാർ ചരിത്രം പഠിക്കട്ടെ. യുദ്ധമില്ല, പരസ്പരം വാളെടുക്കില്ല, അക്രമമില്ല, അരക്ഷിതാവസ്ഥയില്ല, സമാധാനം
അതായിരുന്നു ഹുദൈബിയ സന്ധിയിലെ ഒരൊറ്റ കരാറിന്റെ എഗ്രിമെന്റ്. അതോർത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സഹിച്ചത്. ആ കരാറിനെ, സമാധാനത്തിന്റെ കരാറിനെ, യുദ്ധമില്ലാ കരാറിനെ അള്ളാഹു പിന്നീട് വിശേഷിപ്പിച്ചു ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. നിങ്ങൾ വ്യക്തമായ വിജയത്തിന്റെ പാതയിലാണ് ആ കരാർ ഒപ്പിട്ടത്. 10,000-കണക്കിന് വിശ്വാസികൾ മക്കയിൽ നിന്ന് പരിവർത്തിതരായി. മദീനയിൽ യുദ്ധത്തിന്റെ കെടുതികളില്ലാത്ത ആ കാലഘട്ടത്തിൽ ദഅവത്ത് നടന്നു. 1000-കണക്കിന് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ പരിവർത്തിതരായി. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ പരിവർത്തിതരായി. മാറ്റത്തിന്റെ പടഹധുനിയായിരുന്നു ആ സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ സഹോദരന്മാരെ. അങ്ങനെയാണ് മക്കം ഫതഹ് പോലുണ്ടാവുന്നത്, മക്ക വിജയം. ആ മക്ക വിജയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000-ഓളം സൈനിക സന്നാഹങ്ങളുമായി മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മക്കക്കാരൊക്കെ പറഞ്ഞത് നമ്മൾ എല്ലാ സംസാരങ്ങളിലും ഉദ്ബോധനങ്ങളിലും കേൾക്കാറുള്ളതാണ്. ഇന്ന് രക്തപ്പുഴയൊഴുകുന്ന ദിവസമാണ്, മുഹമ്മദ് പ്രതികാരം ചെയ്യുന്ന ദിവസമാണ്. അങ്ങനെയാണ് നമ്മൾ മുഹമ്മദിനെ ആട്ടിയോടിച്ചത്, അത്ര ക്രൂരതയാണ് അവരോട് നമ്മൾ പ്രവർത്തിച്ചത്. അതായിരുന്നു അവരുടെ ആത്മകഥം. അള്ളാഹുവിന്റെ റസൂൽ അവരെ മുഴുവനും വിളിച്ചുകൂട്ടി ചോദിച്ചു അവരോട്, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അതിന് മറുപടി പറഞ്ഞ ആരാന്നറിയോ? അതിന് മറുപടി പറഞ്ഞത് ആ കരാർ എഴുതിയ സുഹൈൽ മുന്നിലുണ്ട്. സുഹൈൽ തല താഴ്ത്തിക്കൊണ്ട് വിനയത്തോടെ പറഞ്ഞത്രേ, അഹുൻ കരീം ഇബ്നു അഹുൻ കരീം, മാന്യനായ പിതാവിന്റെ മാന്യനായ മകനാണ് താങ്കൾ. മാന്യതയല്ലാതെ മറുത്തൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾക്ക് മാപ്പുണ്ട്. ആ സുഹൈലിനെ മുന്നിൽ കണ്ടാലെങ്കിലും റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഒരു പ്രതികാരം വരണ്ടേ, ഒരു ദേഷ്യം വരണ്ടേ? വന്നില്ല. ആ ഖൽബിന്റെ വിശാലതയാണ്, ആ ഖൽബിന്റെ വിശാലത. ആ വിശാലത കണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളെല്ലാം നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നുവെന്ന പ്രവാചകന്റെ പ്രഖ്യാപനം കാതോർത്ത് സുഹൈൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ വിട്ടുവീഴ്ചയും മാപ്പും വിശാലതയും ഭൗതികമായ താല്പര്യമുള്ള ഒരു മനസ്സിൽ നിന്ന് വരില്ല. അത് അല്ലാഹുവിന്റെ റസൂലാണ് താങ്കൾ എന്നതിന്റെ തെളിവ് തന്നെയാണ് ഞാനിതാ മുസ്ലിമാകുന്നു. അങ്ങനെയാണ് സുഹൈൽ മുസ്ലിമായത്. ഹുദൈബിയ സന്ധിയിലെ കരാർ എഴുതിയ സുഹൈലും ഇസ്ലാമിലേക്ക് വന്നു. പരിവർത്തനങ്ങളുടെ കരുത്തെന്താ, പരിവർത്തനങ്ങളുടെ ദാർഢ്യത എന്താ നമ്മൾ പഠിക്കണം. ഈ ഒരൊറ്റ ആയത്തിന്റെ വെളിച്ചത്തിൽ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ആരുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിനെ അള്ളാഹു പ്രവേശിക്കാൻ അവരുടെ ഖൽബിനെ, നെഞ്ചകത്തെ വിശാലമാക്കിയോ, ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. നമ്മൾ ചിന്തിക്കും, ആലോചിക്കും, എങ്ങനെയാണ് ഇവർ ഇത്ര മഹത്വത്തിന്റെ വിധാനങ്ങളിലെത്തിയത്? എങ്ങനെയാണ് അവർ ഇത്ര ഈമാനികമായി വളർന്നത്? എന്താണ് ഈ ത്യാഗത്തിന്റെ പശ്ചാത്തലം? ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അതിന്റെ ഉത്തരാണത്. നെഞ്ചിലേക്ക് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം വിശാലമായ വിധം കടന്നു വന്നപ്പോൾ അവർ അള്ളാഹുവിന്റെ പ്രകാശത്തിലായി. ആ പ്രകാശത്തിലാണോ നമ്മൾ? ആ പ്രകാശത്തിലേക്ക് നമ്മൾ ഉയർന്നുവോ, വളർന്നുവോ? ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഇസ്ലാം എന്ന വിശാലമായ ദീൻ അത് നമ്മുടെ നെഞ്ചിലേക്ക് വിശാലമായ വിധം പ്രവേശിച്ചുവോ? ഇന്നും നമ്മൾ വിഭാഗീയതയും കുടുംബും വെറുപ്പും വിദ്വേഷവും സംഘട്ടനവും സംഘർഷവും ഒക്കെയായി കഴിഞ്ഞുകൂടുകയാണ്. ലോകത്തെ മുസൽമാന്റെ ചിത്രം എന്താണ്? ബാഹ്യ അധിനിവേശ സമൂഹത്തിന്റെ ക്രൂരതകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നു, വേദനയോടെ വിലയിരുത്തുന്നു. മർദ്ദിത സമൂഹത്തിന്റെ വേണ്ടി ഫലസ്തീനിലെ, ലബനാനിലെ, ഇറാഖിലെ, അഫ്ഗാനിലെ ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിലെ അവസ്ഥകൾ ഓർത്ത് നമ്മൾ വിലപിക്കുന്നു. ശരി തന്നെ, യഹൂദ സൈനിസം ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ശത്രു. അവരുടെ അതിക്രമങ്ങളും അധിനിവേശങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ക്രൈസ്തവ സാമ്രാജ്യത്വം, ക്രിസ്ത്യൻ, അമേരിക്കൻ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, അവിടെ ക്രിസ്തീയ അജണ്ടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്രിസ്ത്യൻ ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. അവരുടെ അധിനിവേശങ്ങളും ക്രൂരതകളും നമ്മൾ അനുഭവിക്കുന്നു. യഹൂദ സൈനിസം, ഇന്ത്യൻ ഫാഷിസം, ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളല്ല. മുസ്ലിങ്ങളോട് സൗഹാർദ്ദ രൂപേണ ജീവിക്കുന്ന, സൗഹാർദ്ദത്തോടെ കഴിയുന്ന സമൂഹമാണ്. പക്ഷേ ഒരു ന്യൂനപക്ഷം, കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം തീവ്രവാദത്തെ പോലെ ഹിന്ദു തീവ്രവാദത്തിന്റെ പ്രതീകങ്ങളായ ഫാഷിസം ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. കമ്മ്യൂണിസം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ല, ലോകാടിസ്ഥാനത്തിൽ ഐഡിയോളജിക്കൽ കമ്മ്യൂണിസം, സ്വേച്ഛാധിപത്യ റഷ്യയിലെയും സ്വേച്ഛാധിപത്യ ചൈനയിലെയും കമ്മ്യൂണിസം, ചെച്ചിനിയയിലും അതുപോലെ സിൻജിയാങ് പ്രവിശ്യയിലെ ഉയ്ഗർ മുസ്ലിങ്ങൾക്ക് നേരെയുമൊക്കെ ക്രൂരതകൾ 50,000 മുസ്ലിങ്ങളെയാണ് ഈ വർഷം ചൈനീസ് കമ്മ്യൂണിസ്റ്റുകൾ വകവരുത്തിയത്.
ഉയ്ഗർ മുസ്ലിങ്ങളെ സിൻജിയാങ് പ്രവിശ്യയിൽ ഉന്മൂലനം ചെയ്യുകയാണ്, വേരോടെ നശിപ്പിക്കുകയാണ്. അവർ മതപരമായ അസ്തിത്വം കാത്തുസൂക്ഷിക്കുന്നു എന്നതിൻ്റെ പേരിൽ. മതത്തിനെതിരായ കമ്മ്യൂണിസത്തിന്റെ പടപ്പുറപ്പാട്. സഹോദരങ്ങളെ, ലോകത്തെ 4 ശത്രുക്കൾ, ഈ ശത്രുക്കളുടെ ബാഹ്യ ശത്രുക്കളുടെ അധിനിവേശം നമുക്ക് അംഗീകരിക്കാം, വേദനിക്കാം, മർദ്ദിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഒരു ആത്മപരിശോധന. എന്താണ് ആഭ്യന്തരമായി മുസ്ലിങ്ങളുടെ അവസ്ഥ? ആഭ്യന്തരമായി മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു? കഴിഞ്ഞ പെരുന്നാളിനാണ് ഷിയ പള്ളിയിലോ സുന്നി പള്ളിയിലോ പാകിസ്ഥാനിൽ എവിടെയോ ഒരു പള്ളിയിൽ കുഞ്ഞുമക്കളെ പുതുവസ്ത്രങ്ങൾ അണിയിച്ച് പെരുന്നാളിന് ആഘോഷിക്കാനും ഇബാദത്ത് ചെയ്യാനും പുറപ്പെട്ട അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടവര് ഗ്രൂപ്പിസത്തിന്റെയും ഷിയായിസത്തിന്റെയും പേരിൽ ചാവേർ പോരാളികളായി പ്രതികാരത്തിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചത്. അവരുടെ കൈകാലുകൾ 100ഓളം 90ലധികം വിശ്വാസികൾ അവിടെ പിടഞ്ഞു വീണു, രക്തപ്പുഴയൊഴുകി പള്ളിയിൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ. ഏതാണ് ആ ദിവസം? സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ദിവസം. ആ പെരുന്നാളിൽ പ്രതികാരം ചെയ്യുന്ന ഗ്രൂപ്പിസമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആഭ്യന്തര പ്രശ്നം. അങ്ങനെ ചെറുതും വലുതുമായ വിഭാഗീയത, ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, തീവ്രവാദം, മദ്യം, മയക്കുമരുന്ന്, അനാശാസ്യത, ഇതൊക്കെയാണ് മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രങ്ങളുടെ ചിത്രം. ഈജിപ്തിലും തുർക്കിയിലുമാണ് ഏറ്റവും കൂടുതൽ സെക്സ് ടൂറിസത്തിന്റെ പേരിൽ മുസ്ലിം സഹോദരിമാർ തുണിയുരിഞ്ഞാടുന്നത്. ഈജിപ്തിലെയൊക്കെ നൈറ്റ് ക്ലബ്ബുകൾ പോയി കാണുക സഹോദരങ്ങളെ. തുർക്കിയിൽ നടക്കുന്ന തോന്നിവാസത്തിന്റെ അവസ്ഥ എന്ത്? അഫ്ഗാനിലും പാകിസ്ഥാനിലും, ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന്റെ അപമാനത്തിന്റെ പ്രതീകമായ പാകിസ്ഥാനിലുമൊക്കെയാണ് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന, വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ. ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലാണ് എയ്ഡ്സ് ഭീകരമായി പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെയും ഇറാഖിന്റെയും ഇന്തോനേഷ്യയുടെയും ഉത്തരേന്ത്യയുടെയും ഒക്കെ ഷിർക്കിന്റെ ഭീകരത എന്താണ്? ഖുമൈനിയുടെ ചിത്രം കണ്ട് അത് വാരി പറിച്ചെടുത്ത് വായിലിട്ട് ചവച്ചരച്ചു തിന്നുന്നു. അവിടെ ഭക്തി കൊണ്ട്, വീരാരാധന കൊണ്ട് ഇറാനിയൻ മുസ്ലിങ്ങൾ. ഇതാണ് മുസ്ലിങ്ങൾ. ഷിർക്ക് ചെയ്യുന്ന മുസ്ലിം, വ്യഭിചരിക്കുന്ന മുസ്ലിം, മദ്യപിക്കുന്ന മുസ്ലിം, അഴിമതി നടത്തുന്ന മുസ്ലിം, പലിശക്ക് കൊടുക്കുന്ന മുസ്ലിം. ഈ മുസൽമാൻ എങ്ങനെ അള്ളാഹു അനുഗ്രഹിക്കുന്ന ഇസ്ലാമിനെ നെഞ്ചകത്തിലേക്ക് പ്രവേശിപ്പിച്ച മുസൽമാനാകും? അള്ളാഹു എങ്ങനെ ഈ സമൂഹത്തെ സഹായിക്കും? നട്ടല്ലില്ലാത്ത രാഷ്ട്രനായകന്മാർ, വിഷയാസക്തരും സുഖലോലുപരുമായ നേതാക്കന്മാർ, പരസ്പരം ഹൃദയത്തിന്റെ വിശാലതയിൽ ആദർശ സമൂഹത്തെ പോലും ഐക്യപ്പെടുത്താൻ സന്മനസ്സില്ലാത്തവർ, ഇവർക്കൊങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ അന്തസ്സോടുകൂടി നിലനിൽക്കാൻ സാധിക്കും? ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നമ്മൾ ഈ പുണ്യമാസത്തിൽ ആത്മപരിശോധന നടത്തുക. സ്വഹാബത്തുൽ കിറാം, അവർ നിഷ്കളങ്കമായി ദീനിനെ നെഞ്ചിലേറ്റി. അവർക്കെല്ലാറ്റിലും വലുത് റബ്ബും റസൂലും റബ്ബിന്റെ മാർഗവുമായിരുന്നു. അതിനു മുമ്പിൽ അവർക്കൊന്നും മറ്റൊന്നും പ്രശ്നമായിരുന്നില്ല. ഏത് സമ്പത്തും, എത്ര സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ജലക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ, ജലക്ഷാമം നേരിടുന്ന കിണറുകളെല്ലാം വറ്റി വരണ്ട് മഴയില്ലാതെ പ്രയാസപ്പെടുന്നു. ഇന്നത്തെ അറേബ്യയിൽ ഉപ്പുജലത്തെ ശുദ്ധീകരിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ഗ്രാമീണരായ അറബി സഹോദരങ്ങൾക്കതില്ല. കിണറ്റിലെ വെള്ളം, ഒറ്റപ്പെട്ട കിണറുകളിലെ ആ തെളിനീർ ജലമാണ് അവരുടെ ഉപജീവനത്തിന്റെ അടിസ്ഥാനം. കിണറുകളെല്ലാം പറ്റി. റോമ കിണറ്റിൽ മാത്രമാണ് വെള്ളമുള്ളത്. അതൊരു ജൂതന്റെ കയ്യിലാണ്. ആ ജൂതൻ വെള്ളത്തിന് വില പറഞ്ഞ് വിൽക്കുന്നു. മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തി വലിയ വിലക്ക് കുടിവെള്ളം വിൽക്കുന്നു. പ്രവാചകൻ വിഷമത്തോടെ തന്റെ ക്ലാസ്സിൽ പറഞ്ഞു, തന്റെ പ്രഭാഷണത്തിൽ ഖുത്ബയിൽ മദീന പള്ളിമുറ്റത്ത് വെച്ച് പറഞ്ഞു, ആര് റോമാ കിണർ വിലക്ക് വാങ്ങി മുസ്ലിം സമൂഹത്തിന് വേണ്ടി പൊതുക്കിണറാക്കും, അവർക്ക് ഞാൻ സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യും. സംസാരം തുടർന്നുകൊണ്ടിരിക്കെ ആ സദസ്സിൽ നിന്നൊരു മനുഷ്യൻ നിശബ്ദനായി എഴുന്നേറ്റുപോയി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ പോയി ഒരു വലിയ പണക്കിഴിയുമായി ആ ജൂതന്റെ വീട്ടിലെത്തി. ചോദിച്ചു ജൂതനോട് കിണറ്റിന്റെ വില പറഞ്ഞു. കിണറ്റിന് ജൂതൻ 5 ലക്ഷം ദീനാറിന് പകരം 15 ലക്ഷം ദീനാർ, മൂന്നിരട്ടി വില പറഞ്ഞു. ആ വില കൊടുത്ത് ഉസ്മാൻ പരിഹസിക്കപ്പെട്ടവനായി തിരിച്ചു പോകുമെന്നായിരുന്നു ജൂതൻ കരുതിയത്. ആ വില കൊടുത്ത് കിണർ വാങ്ങി എഗ്രിമെന്റ് ആക്കി. ആ എഗ്രിമെന്റുമായാണ്
പ്രവാചകന്റെ പള്ളിമുറ്റത്ത് തിരിച്ചെത്തി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇപ്പോഴത് മുസ്ലിങ്ങളുടെ പൊതുകിണറാണ്, അത് ജൂതന്റെ കിണറല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ആ മഹത്തായ ദാനം കണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുവിൻ്റെ വഹീന്റെ വെളിച്ചത്തിൽ ആ പള്ളിയിൽ വെച്ച് തന്നെ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഫിൽ ജന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിലാണ്. 10 സ്വർഗം ഉറപ്പാക്കപ്പെട്ട ദുനിയാവിൽ നിന്ന് സ്വർഗം വിലക്ക് വാങ്ങിയ 10 സ്വഹാബാക്കൾ, അതിലൊരാളായി മാറി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ. റുഖിയായ സൈനബിനെ അള്ളാഹുവിൻ്റെ റസൂല് കല്യാണം കഴിച്ചു. ഉമ്മു കുൽസൂമിനെ കല്യാണം കഴിച്ചു കൊടുത്ത്, 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ മോള് മരിച്ചു, 2ാമത്തെ മോളെ കല്യാണം കഴിച്ചു, 2ാമത്തെ മകളും മരിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇനി എനിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനത് ഉസ്മാനെ തന്നെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിക്കുന്ന മഹാമാതൃകകൾ. അവർക്ക് സമ്പത്തായിരുന്നില്ല വലുത്, ഭൗതികമായ ദുനിയാവായിരുന്നില്ല വലുത്, തൻ്റെ ഭാര്യയും മക്കളോടും ഒത്തുള്ള ജീവിതമായിരുന്നില്ല വലുത്. ജീവിതത്തിന്റെ പങ്കാളിത്വത്തിലേക്ക് ഇണയായി ചേർന്ന ഭാര്യയുടെ ആദ്യ രാത്രിയിൽ നിന്ന്, മണിയറയിൽ നിന്നാണ് അവർ യുദ്ധഭൂമിയിലേക്ക് ഷഹാദത്തിനായി പുറപ്പെട്ടത്. കാരക്കച്ചീളുകൾ കടിച്ചു തിന്നുകൊണ്ടിരുന്ന ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം നമ്മൾ കേട്ടിട്ടില്ലേ? സാരിഉ ഇലൽ ജന്ന, യുദ്ധഭൂമി അത് സ്വർഗത്തിൻ്റെതാണ്. സ്വർഗം അർളുഹാ കഅർളി സമാ, ആകാശഭൂമികളോളം വിശാലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധഭൂമിയിൽ പ്രസംഗിച്ചപ്പോൾ കാരക്കച്ചീളുകൾ തിന്നുകൊണ്ടിരുന്ന ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ആകാശഭൂമികളോളം പ്രപഞ്ചത്തോളം വിശാലമാണ് സ്വർഗം? അതെ, പ്രപഞ്ചത്തോളം വിശാലമാണ്. സംശയമുണ്ടോ ഉമൈറെ താങ്കൾക്ക്? ഇല്ല റസൂലേ, ഈ കാരക്ക തിന്ന് തീർക്കാനുള്ള സമയമാണ്, ഞാനും സ്വർഗത്തിനും ഇടയിലുള്ള തടസ്സമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാണ് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് സ്വഹാബി ഇറങ്ങി പുറപ്പെട്ടതും രക്തസാക്ഷിയായതും. അത്ര ദൂരം തന്നെയുള്ളൂ അദ്ദേഹവും സ്വർഗവും തമ്മിൽ. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വേദന കൊണ്ട്, വിഷമം കൊണ്ട് പറഞ്ഞു, അവസരം കിട്ടാത്തത് കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന് കാണിച്ചു കൊടുക്കും നബിയെ, എനിക്കൊരു യുദ്ധത്തിനൊരു ചാൻസ് കിട്ടിയാൽ അനസ് ആരാണെന്ന്. എന്താ പറഞ്ഞത്? റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബിനെ കാണിച്ചു കൊടുക്കും, അനസ് ആരാണ് എന്ന് തെളിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ആ കരാർ, ആ വാഗ്ദാനം, ആ പ്രഖ്യാപനം ഉഹദിൽ അദ്ദേഹം പാലിച്ചു. ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധഭൂമിയിൽ മുസ്ലിങ്ങൾ തോറ്റോടി പരാജയപ്പെട്ട ആ യുദ്ധഭൂമിയിലെ 1ാം ഘട്ടത്തിൽ പൊരുതി ഷഹീദാകുന്നതിന് മുമ്പ് അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവത്രേ, സഅദേ, ഞാനതാ ഉഹദ് മലക്കപ്പുറത്ത് നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു, താങ്കൾക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ലേ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ ഷഹീദായിട്ടില്ലായിരുന്നു, അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഷഹീദായി. അല്ലാഹു സൂറത്തുൽ അഹ്സാബിൽ ആയത്തിറക്കി, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ്, സത്യവിശ്വാസികളിൽ ചില ആളുകളുണ്ട്, ചില ആണുങ്ങളുണ്ട്, അവര് അല്ലാഹുവിനോടുള്ള വാക്ക് കരാർ സത്യപ്പെടുത്തിയവരാണവർ. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ പൊരുതി മരിച്ച ആ സ്വഹാബിയുടെ മയ്യത്ത് ശത്രുക്കൾ വികലമാക്കിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സ്വന്തം സഹോദരി ആ യുദ്ധഭൂമിയിലെ ആ മൃതശരീരങ്ങൾ മുഴുവൻ പരതി കൈവിരലിലെ ഒരു മോതിരത്തിന്റെ അടയാളത്തിൽ നിന്നാണ് മഹാനായ ആ സ്വഹാബിയെ തിരിച്ചറിഞ്ഞത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം. പടച്ചതമ്പുരാന് മുമ്പിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ധീരന്മാരായ പോരാളികൾ, ജീവിതത്തെക്കാളേറെ മരണത്തെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ സമൂഹം, അവരുടേതാണ് ഇസ്ലാം. അവരുടെ കൽബിലാണ് ഇസ്ലാം പരിപൂർണമായിട്ടുള്ളത്. നമ്മുടെ നെഞ്ചിലേക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പള്ളിക്ക് വേണ്ടി, ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുമ്പോൾ നമ്മൾ 2 വട്ടം ആലോചിക്കും. കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ പിശുക്ക് അങ്ങനെ അസ്വസ്ഥപ്പെടുത്തും. കൂടിപ്പോയോ, തൻ്റെ പണം, ധനം, സമ്പത്ത് തീർന്നു പോകുമോ, ദാരിദ്ര്യത്തെപ്പറ്റി നിങ്ങളെ പടച്ചോൻ പേടിപ്പിക്കുന്നു എന്നല്ല ഖുർആൻ പറഞ്ഞു, ശൈത്താൻ ഭയപ്പെടുത്തുന്നു. ദാരിദ്ര്യത്തെപ്പറ്റി ശൈത്താൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ. ആ ശൈത്താന്റെ പേടിപ്പെടുത്തലുകൾ കൊണ്ട് സ്വാർത്ഥരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ സ്വന്തം കാര്യത്തിന്റെ ധൂർത്തും ദുർവ്യയവും കാണിക്കാൻ യാതൊരു മടിയുമില്ല.
അള്ളാഹുവിന്റെ മാർഗം, കഷ്ടപ്പെടുന്നവൻ, പാവപ്പെട്ടവൻ, പ്രയാസം അനുഭവിക്കുന്നവൻ, അവനെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ പിശുക്കുണരുക. എൻ്റെ മോളെ കല്യാണല്ലേ, എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനല്ലാതെ പിന്നെ ലക്ഷങ്ങൾ പൊടിക്കാൻ പിന്നെ വേറെ ആരാണെന്നാ നമ്മൾ ചിന്തിക്കാറ്. അങ്ങനെ ലക്ഷങ്ങൾ കൊണ്ട് ദൂർത്തടിച്ച് ദുർവ്യയം ചെയ്യുന്ന വിവാഹ മാമാങ്കങ്ങളും വീട് നിർമ്മാണങ്ങളും, അങ്ങനെ എത്ര കോടികൾ ചെലവഴിക്കുമ്പോഴും നമ്മൾക്ക് പിശുക്കില്ല. പടച്ചോന്റെ മാർഗത്തിലാണ് നമ്മുടെ പിശുക്ക് ഉണരുക. സഹോദരന്മാരെ, നമ്മുടെ ലുബ്ധും സ്വാർത്ഥതയും ഒക്കെ ഉണരുക. കൊടുത്താൽ തീരുമോ എന്ന ഭയം. സഹോദരന്മാരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഈ സദസ്സൊക്കെ കേട്ടതല്ലേ, കേട്ടതാണ്. സ്വഹാബാക്കളുടെ ചരിത്രം കേട്ടതാ. ഖുർആന്റെ ആയത്തുകളൊക്കെ നമ്മൾ വായിച്ചതുമാണ്. ഈ ആയത്തുകളൊക്കെ തന്നെ, ഈ ചരിത്രമൊക്കെ തന്നെ നമുക്ക് മുമ്പിലുള്ള മാതൃകയുള്ളൂ. അതുകൊണ്ടൊന്ന് ആവർത്തിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ടൊന്ന് ആവർത്തിക്കട്ടെ. റസൂലുള്ളാഹിന്റെ അടുത്ത് വീടില്ലാത്ത ഒരു സ്വഹാബി, പട്ടിണിപ്പാവം കടന്നു എന്ന് ഒരു വീടിന് സഹായം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞതായി പറയൂ. വീട്ടുമുറ്റത്തെത്തി, വിളക്കിലെ തിരി ആളിക്കത്തിയതിൻ്റെ പേരിൽ, മണ്ണെണ്ണ സ്വല്പമൊന്ന് തൂത്തുപോയതിൻ്റെ പേരിൽ സൂക്ഷ്മത പുലർത്തണ്ടേ എന്ന് പറഞ്ഞ് ഭാര്യയെ ശാസിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയാണ് അദ്ദേഹം കണ്ടത്. ഓ, എന്തൊരു പിശുക്കൻ! ഇത്ര ചെറിയ കാര്യത്തിന് ഭാര്യയെ ശാസിക്കുന്ന ഇദ്ദേഹം എനിക്ക് എൻ്റെ വലിയ കാര്യത്തിന് എങ്ങനെ സഹായിക്കാനാണെന്ന് നിരാശപ്പെട്ടുകൊണ്ട് പോകാതെ തിരിച്ചു പോന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞയച്ചു, വിവരണമായ മുഖത്തോടു കൂടി പറഞ്ഞയച്ചു. അബ്ദുറഹ്മാന്റെ അടുത്ത് പോകാൻ ഞാൻ പറഞ്ഞില്ലേ, അനുസരിക്കുക, താങ്കൾ കേൾക്കുക. വീണ്ടും മനസ്സില്ലാ മനസ്സോടെ പോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറ്റിയിരുത്തി. കാര്യം കേട്ടു, അദ്ദേഹത്തിന്റെ പ്രശ്നം കേട്ടു. അകത്തു പോയി ഒരു വലിയ പണക്കിഴിയുമായി വന്ന് ആ പണക്കിഴി മുന്നിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് സ്വല്പം കാവ കുടിക്കാമെന്ന് പറഞ്ഞ് കാവയെടുക്കാൻ വേണ്ടി വീട്ടിനുള്ളിലേക്ക്, അടുക്കളയിലേക്ക് പോയി. ആ കിഴി തുറന്നപ്പോൾ ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പോയി. കാരണം മറ്റൊരാളുടെ വീട്ടിൽ കയറിയിറങ്ങേണ്ട ആവശ്യമില്ലാതെ ഒരു വീടെടുക്കാനുള്ള പണം മുഴുവനും ഉണ്ട്. ഒരു വീടെടുക്കാനാണ് ആവശ്യപ്പെട്ടത്, ആ വീടെടുക്കാനുള്ള പണം മുഴുവനും ഉണ്ട്. തിരിച്ചു വന്ന് തനിക്കുണ്ടായ അനുഭവം, തെറ്റിദ്ധാരണ, വേദനയോടുകൂടി ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മഹാനായ ആ സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിന്റെ ഭാര്യ, സമ്പന്നൻ ഇഴഞ്ഞാണ്, പ്രയാസപ്പെട്ടാണ് സ്വർഗത്തിൽ പോവുക കേട്ടോ അബ്ദുറഹ്മാനെ എന്നിടക്ക് പറയുമ്പോൾ, ഉമ്മ ഞാൻ നിവർന്നു തന്നെ പോകുമെന്ന് വെല്ലുവിളിച്ച മഹാനായ ആ സ്വഹാബി, അള്ളാഹു സ്വർഗം നൽകിയ മഹാനായ ആ സ്വഹാബി, അദ്ദേഹം പറഞ്ഞു, എല്ലാം കേട്ടതിന് ശേഷം, ഈ മനുഷ്യന്റെ തെറ്റിദ്ധാരണ കേട്ടതിന് ശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയും എൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയുമാണ്. നമ്മൾ മറിച്ച നമ്മളെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയും ദീനിൻ്റെ കാര്യത്തിലോ അറുപ്പിശുക്കന്മാരും സ്വാർത്ഥന്മാരും. എന്തെല്ലാം ജിനിയായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. എത്ര ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നെഞ്ചിലേക്ക് ഇസ്ലാം കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ ദഅവത്തിന് ഇറങ്ങൂലേ? നമുക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് നേരത്തെ ഓതിയല്ലോ സ്വാഗത ഭാഷകൻ, ആ ഷിർക്ക് നരകത്തിന്റെ അഹ്ലുകാരാക്കുമെന്ന ആ ഗൗരവമുള്ള പാഠം നമ്മളെ പ്രബുദ്ധമാക്കേണ്ടതില്ലേ? ആ ചിർക്കിൽ കഴിയുന്ന നമ്മുടെ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, വേണ്ടപ്പെട്ടവർ, അയൽവാസികൾ, അമുസ്ലിം സുഹൃത്തുക്കൾ, അവർക്ക് തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ, പ്രസംഗിക്കാനും പറയാനും സംസാരിക്കാനും കഴിയില്ലെങ്കിൽ ഒരു ലഘുലേഖ കൊടുത്തിതൊന്ന് വായിക്കണം കേട്ടോ, കേൾക്കണം കേട്ടോ എന്ന് അഭ്യർത്ഥിക്കാനെങ്കിലും നമുക്ക് സന്മനസ്സുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിക്കണം. നമ്മൾ ഖുർആൻ ഇറങ്ങിയ ഈ പുണ്യമാസത്തിലെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സുകൾ ദീനിനു വേണ്ടി പാകപ്പെട്ടോ എന്ന് ചിന്തിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അള്ളാഹുവിൻ്റെ പരലോകത്തെ വിധി പ്രതികൂലമാകും. അതുകൊണ്ട് റമളാൻ ഉണർച്ചയുടെ, പരിവർത്തനത്തിൻ്റെ, സംസ്കരണത്തിൻ്റെ ഒരു മാസമായി നമ്മൾ ഉൾക്കൊള്ളുക. ജീവിതത്തെ ദീനിലേക്ക് നമ്മൾ പറിച്ചു നടുക. നമ്മുടെ എല്ലാ താല്പര്യങ്ങളെയും ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ ദീനിന്റെ അഹ്ലുകാരാവുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാർ, ഈ ദിനരാത്രങ്ങളിൽ റഹ്മാനെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കബൂൽ ചെയ്തുകൊണ്ട് ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന മജ്ലിസുകളിൽ നിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇരിക്കും. ആ മലക്കുകൾ ആ സദസ്സിൽ വെച്ച് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുമെന്ന്. റഹ്മാനെ, ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന പാപമോചനത്തിൻ്റെ മാസമായി ഈ പുണ്യമാസത്തെ നീ സ്വീകരിക്കണമേ റഹ്മാനെ.
ഞങ്ങളുടെ മനസ്സിൽ നീ എല്ലാവിധ ഭയാശങ്കകളും ബേജാറുകളും ടെൻഷനുകളും നീ ഇല്ലാതെയാക്കുകയും ശാന്തമായ സമാധാനപൂർണ്ണം മരിക്കാൻ സന്മനസ്സുള്ള ഒരു മാനസികാവസ്ഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ റഹ്മാനെ. റഹ്മാനെ, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, അതിൻ്റെ ബേജാറുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. കടബാധ്യത നിന്നോടുള്ള ബാധ്യതയല്ല, നിന്റെ അടിമകളോടുള്ള ബാധ്യതയാണ്. എല്ലാം കൊടുത്തു വീട്ടിക്കൊണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ റഹ്മാനെ. റഹ്മാനെ, ആരാധനകൾ അതിൻ്റെ ആത്മചൈതന്യത്തോടെ നിർവഹിക്കാൻ, തഖ്വയോടുകൂടി നോമ്പെടുക്കാൻ, ഭക്തിയോടുകൂടി നിസ്കരിക്കാൻ, കൃത്യതയോടുകൂടി സക്കാത്ത് കൊടുക്കാൻ, നിഷ്കളങ്കമായി റബ്ബിൻ്റെ അതിഥിയായി ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സുകളിൽ നീ വിശാലമായ വിട്ടുവീഴ്ച മനോഭാവം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവം നീ ഉന്നതമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ വ്യക്തിത്വത്തെ നീ വിശാലമാക്കണമേ റഹ്മാനെ. ഞങ്ങളിലെ സഹോദരങ്ങൾ, ഞങ്ങളുടെ ആദർശ സഹോദരങ്ങൾ, ബന്ധുക്കൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ആളിക്കത്തുന്ന നിന്റെ അഗ്നിനരകത്തെക്കുറിച്ച് നിന്റെ കിതാബിൽ, നിന്റെ വേദഗ്രന്ഥത്തിൽ നീ വിശദീകരിച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടിക്കുന്ന അള്ളാഹുവിൻ്റെ അടച്ചുപൂട്ടപ്പെട്ട അഗ്നിയാണ് നരകത്തിലേതെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. നിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെട്ട നരകത്തിന്റെ പുകപടലം, ദുഹാൻ, അത് ശ്വാസം മുട്ടിക്കുന്ന ഭീകരമായ അവസ്ഥയിലാണെന്ന് നീ നിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ വിശന്ന മനുഷ്യന് കൊടുക്കുന്ന ആഹാരം എന്ന മുൾച്ചെടി, അത് ഇറക്കാൻ കഴിയാതെ, വിശപ്പ് കൊണ്ട് തുപ്പാൻ കഴിയാതെ ബേജാറാകുന്ന, ഉള്ളുരുകുന്ന അവസ്ഥയെപ്പറ്റി നീ നിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് റഹ്മാനെ. എവിടെ ദാഹവിവശനായി കിടക്കുന്ന മനുഷ്യന് കുടിക്കാൻ കിട്ടുന്ന, മനുഷ്യന്റെ ഉരുകി ഒലിക്കുന്ന ശരീരത്തിന്റെ ആ ചീഞ്ചലത്തെക്കുറിച്ച് നീ നിന്റെ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ കിതാബിൽ നീ പഠിപ്പിക്കപ്പെട്ട ആ ഭീകരമായ നരകത്തിന്റെ ഭീകരതയിൽ നിന്ന് നീ ഞങ്ങളെ ഈ പുണ്യമാസത്തിന്റെ പവിത്രതയിൽ, ഇവിടെ ഈ മാസത്തിൽ എടുത്ത നോമ്പിന്റെ പവിത്രതയിൽ, രാത്രികളിൽ കാലുകൾ കഴഞ്ഞ് പരീക്ഷിതരായി നിന്റെ മുമ്പിൽ നടത്തിയ സുജൂദിന്റെ പരിശ്രമത്തിന്റെ പേരിൽ, ദാനധർമ്മങ്ങളുടെ, പുണ്യകർമ്മങ്ങളുടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ റഹ്മാനെ, നീ ഞങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റഹ്മാനെ. നരക വിമുക്തിയുടെ മാസമായ ഈ പുണ്യമാസത്തിൽ നീ ഞങ്ങളെ നരകം തൊടാതെ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സ് ദുർബലമാണ്, ഞങ്ങളുടെ മനസ്സ് ദുർബലമാണ്, പാപഭംഗിലമാണ് റഹ്മാനെ. ദൗർബല്യത്താൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ റഹ്മാനെ. നരകത്തിലെ അതിഭീകരമായ ശിക്ഷ സഹിക്കാൻ കഴിയാതെ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനോട്, ഹേ മാലിക്, നീ ഞങ്ങളെ മരിപ്പിച്ചു കളയൂ, നീ ഞങ്ങളെ മരിപ്പിച്ചു കളയൂ, ഇവിടെ ഞങ്ങൾക്കിനി ജീവിക്കാൻ വയ്യ എന്ന് പറയുന്ന ആ ഭീകരമായ അവസ്ഥ, അത് ഞങ്ങളെ കൊണ്ട് നീ പറയിപ്പിക്കരുത് റഹ്മാനെ. ഒരു കണ്ണും കാണാത്ത, ഒരു കൽബും ആസ്വദിക്കാത്ത സ്വർഗം, ആ സ്വർഗം നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ ഈ കാലഘട്ടം, ചെറുപ്പം, യുവത്വം, കൗമാരം, തിന്മകൾ പടർന്നു പിടിച്ച കാലഘട്ടം, ക്യാമ്പസുകളിലും സ്കൂളുകളിലും അശ്ലീലതയും ഇന്റർനെറ്റ് സെക്സും മൊബൈൽ സെക്സും, തമ്മാടിത്തങ്ങളുടെ ലോകത്ത് ഞങ്ങളുടെ മക്കൾ വളരുന്നു റഹ്മാനെ. അവരെ ഈമാനുറപ്പുള്ള, നട്ടലുള്ള, ആദർശബോധമുള്ള, ഒരു തിന്മയും അടിയറവ് പറയാത്ത കരുത്തുള്ള മക്കളാക്കി, ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. അവരുടെ ഹിദായത്ത് നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും എല്ലാം നീ, സത്യവിശ്വാസികളായ ആദർശ സഹോദരങ്ങളെയും എല്ലാം നീ മഹ്ശറയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ, കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ഭാര്യയെ വേർപിരിയുന്ന ഭർത്താവാക്കി നീ ഞങ്ങളെ മാറ്റരുതേ. ഭർത്താവിനെ വേർപിരിയുന്ന ഭാര്യ എന്ന അവസ്ഥ ഞങ്ങളിൽ ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ സ്ത്രീകളിൽ, ഭാര്യമാരിൽ ഉണ്ടാക്കരുതേ. മക്കളെ വേർപിരിയുന്ന പിതാക്കളാക്കി ഞങ്ങളെ നീ മാറ്റരുതേ റഹ്മാനെ. ഞങ്ങളെ എല്ലാം നീ ഒരുമിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഒരുപക്ഷെ ഈ റമദാനിലെ ഈ ക്ലാസ്സിൽ, കഴിഞ്ഞ റമദാനിലെ ക്ലാസ്സിൽ ഇരുന്ന ചിലരെങ്കിലും മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ബന്ധുക്കളോ നാട്ടുകാരോ സുഹൃത്തുക്കളോ പ്രസ്ഥാന പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആണ് റഹ്മാനെ. അവരിന്ന് ഞങ്ങളോടൊപ്പം ഈ ദീനിന്റെ മജ്‌ലിസിലില്ല. അവർ ഖബറിലാണ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. റഹ്മാനെ, നിന്റെ ദീനിനു വേണ്ടി പരിശ്രമിക്കാൻ, പ്രബോധന പ്രവർത്തനങ്ങൾ, ദീനിന്റെ പ്രവർത്തനങ്ങൾ, ക്ലാസുകളും ഉത്ബോധനങ്ങളും ഞങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സുകൾ ദുനിയാവിനോട് അടുത്ത് നിൽക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ നീ ദീനിയായ പ്രവർത്തനങ്ങൾക്കുള്ള ഔത്സുക്യം നീ നൽകണമേ റഹ്മാനെ. ആഭിമുഖ്യം നീ നൽകണമേ റഹ്മാനെ.
റഹ്മാനെ, സമൂഹത്തിൽ വ്യാപരിക്കുന്ന ഫിത്ന, ഫിർഖത്ത്, എന്തെല്ലാം അനാവശ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു, ആക്ഷേപങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇകഴ്ത്തലുകൾ, നിന്ദിക്കലുകൾ, അങ്ങനെ അമലുകളെ തകർത്ത് കളയുന്ന ഫിത്നകൾ, പ്രാസ്ഥാനികമായ ഫിത്നകൾ, കുടുംബപരമായ ഫിത്നകൾ, സുഹൃത്ത് ബന്ധമായ ഫിത്നകൾ, എല്ലാ ഫിത്നകളിൽ നിന്നും ഫിർഖത്തുകളിൽ നിന്നും തഖ്വ പുലർത്താൻ ഞങ്ങളെ നീ തൗഫീക്ക് നൽകണമേ റഹ്മാനെ. റമളാൻ ഇതാ ഞങ്ങളിൽ നിന്ന് വിട പറയുന്നു. റമളാനിന്റെ അവസാനത്തപ്പത്തിൽ നീ നിന്റെ സത്യവിശ്വാസികളെ അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന, ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ അപ്പുറത്ത് 1000 മാസത്തേക്കാൾ മഹത്വം ഉള്ള അനുഗ്രഹത്തിന്റെ രാത്രി നീ സമ്മാനിക്കുന്ന ആ ദിനരാത്രം, അത് നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച്, ലൈലത്തുൽ ഖദ്റിനെ നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ റഹ്മാനെ. ആ ഖദ്റിൽ പ്രഭാതം വരെ പ്രശാന്തമായി ഇബാദത്ത് ചെയ്യാൻ, നിന്റെ ഭവനത്തിൽ അങ്ങനെ നിന്റെ ദിക്റോടെ ദുആയോടെ അന്തിയുറങ്ങാൻ ഞങ്ങളുടെ മനസ്സുകളിൽ, ഖബറുകളിൽ കിടക്കേണ്ട ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം വേർപിരിഞ്ഞുകൊണ്ടൊന്ന് പള്ളിയിൽ വന്ന് രാത്രിയെങ്കിലും ഇത്തിക്കാഫിരിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ നീ പാകപ്പെടുത്തണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تخزنا يوم القيامة. ربنا لا تخزنا يوم القيامة. ربنا تقبل منا إنك أنت السميع العليم.